Good afternoon, all. Good afternoon, Miss. Good afternoon, ma'am. Good afternoon, ma'am. കഴിഞ്ഞ ദിവസം എടുത്ത് എല്ലാവരും നോക്കിയോ? നേച്ചർ ഓഫ് എംപ്ലോയർ റിലേഷൻ അല്ലേ മിസ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? നേച്ചർ ഓഫ് എംപ്ലോയർ റിലേഷൻ അല്ലേ? അതിലാ മിക്സ്ചർ ഓഫ് കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് അല്ലെ മിസ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ എംപ്ലോയി റിലേഷൻ എന്ന് പറയുന്നത് ഒരു കോപ്പറേഷന്റെയും സഹകരണത്തിന്റെയും കോൺഫ്ലിക്റ്റ് അല്ലെ തർക്കങ്ങളുടെയും ഒരു മിക്സ്ചർ ആണ് അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു കോൺഫ്ലിക്റ്റ് വരാനായിട്ടുള്ള കാരണങ്ങൾ റീസൺസ് എന്തൊക്കെയാണെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ഫസ്റ്റത്തെ 2 പോയിന്റ് പറഞ്ഞു അല്ലെ മിസ്? ആണോ? ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? നമ്മുടെ എല്ലാ ഓർഗനൈസേഷനും 2 ഗ്രൂപ്പ്സുകളാണ് അല്ലെ. ആരൊക്കെയാണ്? ലേബറും മാനേജ്മെന്റും എന്നുള്ള 2 ഗ്രൂപ്പുകളാണ് അല്ലെ നിലവിലുള്ളത്. അപ്പൊ എന്താണ് സാധാരണയായി ആ ഒരു മാനേജ്മെന്റിന്റെയും ലേബേഴ്സിന്റെയും താല്പര്യങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ ചിന്താഗതികളും ഒക്കെ എന്താണ് വ്യത്യസ്തങ്ങളായിരിക്കും അല്ലെ. കൂടാതെ എന്താണ് അവർക്കിടയിൽ നെഗറ്റീവ് ചിന്തകള് വളർത്തിയെടുക്കുകയും ചെയ്യുന്നു അല്ലെ. എന്താണ് ഇപ്പൊ എംപ്ലോയീസ് ആണെങ്കിൽ ലേബേഴ്സ് ആണെങ്കിൽ അവർക്ക് മാനേജ്മെന്റിനെ കുറിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാഴ്ചപ്പാടുകളായിരിക്കും ഉള്ളത്. എപ്പോഴും നെഗറ്റീവ് ചിന്താഗതികൾ ഉണ്ടായിരിക്കും അല്ലെ. അതേപോലെ എന്താണ് മാനേജ്മെന്റിനും നമ്മുടെ എംപ്ലോയീസിനെ കുറിച്ച് നെഗറ്റീവ് ചിന്താഗതികളായിരിക്കും നിലവിലുള്ളത്. അതെന്തിന് കാരണമാകുന്നുണ്ട്? കോൺഫ്ലിക്റ്റുകൾക്ക് കാരണമാകുന്നുണ്ടോ? എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ അല്ലെ കോൺഫ്ലിക്റ്റുകൾക്ക് കാരണമാകുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് രണ്ടാമത്തെ റീസൺ ആയിട്ട് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ റീസൺ എന്താണ്? നമ്മുടെ ഓർഗനൈസേഷന് എന്താണ് അവരുടെ ലക്ഷ്യങ്ങൾ അല്ലെ അവരുടെ ഗോൾസുകൾ നിറവേറ്റുന്നതിനായിട്ട് നിശ്ചിത എന്താണ് പരിധികൾ നിശ്ചയിക്കുന്നതിന് ശരിയായ മാർഗനിർദ്ദേശങ്ങളോ നിയമങ്ങളോ ഉണ്ടാകില്ല അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങളുടെ അഭാവത്തില് നമുക്കറിയാം 2 ഗ്രൂപ്പ്സുകളാണെന്ന് പറഞ്ഞു അല്ലെ. 2 ഗ്രൂപ്പുകളും അവര് പറയുന്ന കാര്യങ്ങള് നിറവേറ്റുന്നതിനായിട്ട് അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഏതറ്റം വരെ പോകാനും അവരുടെ പ്രവൃത്തികളെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഓക്കെയാണോ? രണ്ടാമത് പറയുന്നത് എന്താണ്? സാധാരണയായി ഓർഗനൈസേഷന് എന്താണ് മാനദണ്ഡങ്ങളോ അല്ലെ അവരുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് പരിധികൾ നിശ്ചയിക്കുന്നതിന് ശരിയായ മാനദണ്ഡങ്ങളോ മാർഗനിർദ്ദേശങ്ങളോ നിയമങ്ങളോ ഇല്ല. അപ്പൊ എന്താണ് അങ്ങനെ മാനദണ്ഡങ്ങളുടെ അല്ലെങ്കിൽ നിയമങ്ങളുടെ അല്ലെങ്കിൽ അഭാവത്തിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? 2 ഗ്രൂപ്പുകളും അല്ലെ അവരുടെ ഭാഗം ന്യായീകരിക്കാനായിട്ട് ഏതറ്റം വരെ പോവുകയും അവരുടെ ഭാഗങ്ങള് ന്യായീകരിക്കുകയും ചെയ്യുന്നു. ഓക്കെയാണോ? ആ 2 പോയിന്റ് ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് when the groups come together for negotiation. ഒന്നുകൂടെ പറയണം. രണ്ടാമത്തേതാണോ ഫാരിഷ? രണ്ടാമത്തേതാണോ? രണ്ടാമത്തെന്ന് പറയുന്നത് ഓർഗനൈസേഷൻ യൂഷ്വലി ഡു നോട്ട് ഹാവ് പ്രോപ്പർ ഗൈഡ്ലൈൻസ് ഓർ റൂൾസ് ടു സെറ്റ് ദെയർ ലിമിറ്റ്സ് ഇൻ ഓർഡർ ടു ഫുൾഫിൽ ദെയർ ഗോൾസ്. അതായത് ഓർഗനൈസേഷന് അവരുടെ ഗോൾസ് നമുക്കറിയാം. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഏതെങ്കിലും ഇതാണെങ്കിൽ എന്താണ് അവർക്ക് സർട്ടൻ ഗോൾസുകൾ ഉണ്ടാവും, ലക്ഷ്യങ്ങൾ ഉണ്ടാകുമല്ലോ അവർക്ക് പ്രാവർത്തികമാക്കാൻ അല്ലെങ്കിൽ അവർക്ക് കൈവരിക്കാൻ അറ്റൈൻ ചെയ്യാനായിട്ട് അച്ചീവ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ ആ ഒരു ഗോൾസുകൾക്ക് അവർക്ക് പരിധികൾ നിശ്ചയിക്കാം അല്ലെ.
പരിധികൾ നിശ്ചയിക്കാൻ എന്താണ് അവർക്ക് നിയമങ്ങളോ മാർഗനിർദ്ദേശങ്ങളോ ഇല്ല. ഓർഗനൈസേഷന് അവരുടെ ലക്ഷ്യങ്ങൾക്ക് പരിധികൾ നിശ്ചയിക്കുന്നതിൽ നിയമങ്ങളോ മാർഗനിർദ്ദേശങ്ങളോ ഇല്ല. അതൊക്കെയാണോ? പിന്നെ എന്താണ് അവർക്ക് അപ്പൊ ആ ഒരു ഗോൾസ് അല്ലെങ്കിൽ ആ ഒരു ഇത് അവര് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി അല്ലെ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് അവര് നിറവേറ്റാൻ വേണ്ടിയിട്ട് രണ്ട് ഗ്രൂപ്പുകൾ. നമുക്കറിയാം എംപ്ലോയീസിന്റെ ലക്ഷ്യവും നമ്മുടെ മാനേജ്മെന്റിന്റെ ലക്ഷ്യം ഒന്നാണോ നമ്മ പറഞ്ഞു. അത് ആദ്യം ആ ഒരു പോയിന്റ് പറഞ്ഞപ്പോ പറഞ്ഞു അല്ലെ അവർക്ക് വ്യത്യസ്ത എന്താണ് വീക്ഷണകോണുകളും അല്ലെ ഒക്കെയാണെന്ന് പറഞ്ഞു അല്ലെ. ആണോ? വ്യത്യസ്ത താല്പര്യങ്ങളും വ്യൂ പോയിന്റ്സുകളും ചിന്തകളുമായിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അവരെന്താണ് അവര് ആ ഒരു ഇൻട്രസ്റ്റുകള് താല്പര്യങ്ങള് അല്ലെങ്കിൽ അവര് ആ ഒരു ഗോൾസുകള് അവര് നേടിയെടുക്കാനായിട്ട് രണ്ട് ഗ്രൂപ്പ് നമ്മുടെ മാനേജ്മെന്റ് ആണെങ്കിലും ലവേഴ്സ് ആണെങ്കിലും എന്ത് ചെയ്യും ഏതറ്റം വരെയും പോകും അല്ലെ. പിന്നെ എന്താണ് അവരുടെ പ്രവൃത്തി ഇപ്പൊ തെറ്റാണെങ്കിലും ഇപ്പൊ അവര് ചെയ്യുന്ന കാര്യം തെറ്റാണെങ്കിൽ അവരെന്ത് ചെയ്യും അവരുടെ പ്രവൃത്തികള് ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഇടയില് തർക്കങ്ങൾ വരുമോ? മാനേജറിന്റെയും എംപ്ലോയിന്റെ ഇടയിലും തർക്കങ്ങൾ വരുമോ? വരും. അപ്പൊ അതാണ് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ ആയോ ഫാരിഷ്? അപ്പൊ നമുക്ക് സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും അതിനനുസരിച്ച് മാത്രമായിരിക്കും അല്ലെ പ്രവർത്തിക്കുന്നത്. ആണോ? എന്ത് കാര്യം ചെയ്യാനും സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചല്ലേ പ്രവർത്തിക്കുള്ളൂ. ഇപ്പൊ അങ്ങനെ അപ്പൊ ഇവിടെ എന്താ പറയുന്നത് അങ്ങനെയുള്ള മാനദണ്ഡങ്ങളോ നിയമങ്ങളോ ഇല്ല. അവർക്ക് ലക്ഷ്യങ്ങൾക്ക് പരിധികള് അവരുടെ എന്താണ് ലക്ഷ്യങ്ങളെ നിറവേറ്റുന്നതിനായിട്ട് പരിധികൾ നിശ്ചയിക്കാൻ അവർക്ക് മാർഗനിർദ്ദേശങ്ങളോ നിയമങ്ങളോ ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട് മാനദണ്ഡങ്ങളുടെ അഭാവത്തില് രണ്ട് ഗ്രൂപ്പുകളും അവര് പറയുന്ന കാര്യങ്ങള് നേടിയെടുക്കാനായിട്ട് അവര് ഏതറ്റം വരെയും പോവുകയും സ്വന്തം ഭാഗം ന്യായീകരിക്കുകയും ചെയ്യുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് when the groups come together negotiation some past bitterness crops up apart from the present distrust and hinders the negotiation process. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും നമ്മുടെ വർക്കുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ മാനേജ്മെന്റുമായി ചേർന്ന് ചർച്ചകൾ നടത്തും അല്ലെ നെഗോസിയേഷൻ നടത്തും ചർച്ചകൾ നടത്തും അല്ലെ. അപ്പൊ ആ ഒരു ചർച്ചകൾ നടത്തുമ്പോൾ നമ്മുടെ പ്രസന്റിൽ പല പ്രശ്നങ്ങളായിട്ടായിരിക്കും നമ്മൾ ചർച്ചകൾ നടത്തുന്നത് അല്ലെ. സാലറിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവാം, അല്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ ബെനഫിറ്റ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോഴല്ലേ ചർച്ചകൾ നടത്തുന്നത്. അപ്പൊ എന്താണ് അപ്പൊ ഇതിൽ പറയുന്നത് എന്ന് പറഞ്ഞാല് അങ്ങനെ ഗ്രൂപ്പുകള് നമ്മുടെ മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിലുള്ള ആ ഒരു ഗ്രൂപ്പുകള് എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ ചർച്ചയ്ക്കായിട്ട് ഒത്തുചേരുമ്പോൾ അവരെന്ത് ചെയ്യാണ് ഇപ്പൊ വർത്തമാനകാലം ഇപ്പൊ പ്രസന്റിലുള്ള പ്രോബ്ലംസ് എന്താണ് വ്യത്യസ്തമായിട്ട് അപ്പൊ അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളാണെങ്കിലും ചില സമയത്ത് എന്തെങ്കിലും ചർച്ചകൾ നടത്താൻ വിളിക്കുമ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ സംഭവിച്ച കാര്യങ്ങൾ എടുത്തിട്ട് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? പ്രസന്റിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ടും കൂടിയിരിക്കുന്നത് അല്ലെ. പക്ഷെ നമ്മ എന്ത് ചെയ്യും കഴിഞ്ഞ ഫ്യൂച്ചറിലല്ല കഴിഞ്ഞ കാലത്ത് അല്ലെ പാസ്റ്റില് നടന്ന പ്രശ്നങ്ങൾ എടുത്തിട്ട് നമ്മ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ടോ? ഇല്ല. മുമ്പ് നടന്ന കാര്യങ്ങൾ എടുത്തിടാറുണ്ടോ ആരെങ്കിലും? പാസ്റ്റിൽ കഴിഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഫ്യൂച്ചറിലല്ല സോറി മിസ് പറഞ്ഞത് മാറിപ്പോയി ഫ്യൂച്ചറിലല്ല പാസ്റ്റില് മുൻപ് നടന്ന കാര്യങ്ങൾ എടുത്തിടാറുണ്ടോ?
നമ്മളാണെങ്കിലും ഇപ്പൊ മാരേജ് കഴിഞ്ഞ പലരും ഉണ്ടാവാം, ഭർത്താക്കന്മാരുമായിട്ട് ഹസ്ബൻഡുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം മാത്രമാണോ പറയാറ്? കഴിഞ്ഞ കാര്യങ്ങളും കൂടിയും പറയും അല്ലെ? കഴിഞ്ഞ തവണ എന്റെ വീട്ടിൽ കിട്ടിയ എന്നൊക്കെ പറയാറുണ്ടോ? പറയാറുണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ ഇതില് പറയുന്നത് എന്താ? ഓർഗനൈസേഷന് എന്താണ്? ഗ്രൂപ്പുകൾ, അതിന്റെ മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങൾക്കായി ചർച്ചകൾക്കായിട്ട് ഒത്തുചേരുമ്പോൾ ഇപ്പൊ പ്രസന്റിലുള്ള പ്രോബ്ലംസിന് വിരുദ്ധമായിട്ട് വ്യത്യസ്തമായിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ചില മുൻകാല വൈരാഗ്യങ്ങൾ അല്ലെ, പാസ്റ്റിലെ ബിറ്റർനെസ്സുകൾ അല്ലെ, മുൻകാല വൈരാഗ്യങ്ങള് ഉയർന്നു വരികയും ചർച്ചാ പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഒക്കെയാണോ? പ്രസന്റിലെ പ്രശ്നങ്ങള് ചർച്ച ചെയ്യാൻ വിളിക്കുമ്പോൾ ആ ഒരു ചർച്ചാ സമയത്ത് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോഴത്തെ പ്രശ്നങ്ങളല്ലാതെ മുൻപ് നടന്ന കാര്യങ്ങളും കൂടി ആ ഒരു ചർച്ചയിലേക്ക് എടുത്തിട്ടിട്ട് ആ ഒരു ചർച്ചയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. ഒക്കെയാണോ? ചർച്ചാ പ്രക്രിയ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പൊ എന്താണ്? സോ ദേ ഡു നോട്ട് റീച്ച് എ ജോയിന്റ് ഡിസിഷൻ അല്ലെ. അപ്പൊ അങ്ങനെ നമ്മുടെ പാസ്റ്റിലെ ബിറ്റർനെസ്, പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ ഒരു ചർച്ചാ പ്രക്രിയയെ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്കൊരു ജോയിന്റ് ഡിസിഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കോ? സംയുക്ത തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കോ? ചിലപ്പോ അവിടെ എന്ത് ചെയ്യും? വാക്തർക്കങ്ങളാവും, ചിലപ്പോ കയ്യേറ്റാവും അല്ലെ, രണ്ടുപേരും തമ്മിൽ അടിപിടിയാവും, ചർച്ച അവിടെ അവസാനിപ്പിക്കും. ആണോ? ഒക്കെയാണോ അത്? ഒക്കെയാണോ അത്? രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ചർച്ചയ്ക്ക് കൂടുമ്പോൾ അവിടുത്തെ പ്രസന്റിലുള്ള പ്രോബ്ലംസിന് വ്യത്യസ്തമായിട്ട് അവരെന്താണ്? പണ്ട് നടന്ന അല്ലെ മുൻപത്തെ വൈരാഗ്യങ്ങൾ അല്ലെ ഉയർന്നു വരികയും ചർച്ചാ പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതെന്താണ്? രണ്ടുപേരും കൂടിയുള്ള ഒരു ജോയിന്റ് ഡിസിഷനിലേക്ക് എത്തിച്ചേരുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്നു, എത്തിച്ചേരാൻ സാധിക്കാതെ വരുന്നു. ഒക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് industrial relations are concerned with the formation and observance of multifaceted association between labor and union in organization. ഒരു സ്ഥാപനത്തിലെ തൊഴിലാളിയും യൂണിയനും തമ്മിലുള്ള ബഹുമുഖ ബന്ധത്തിന്റെ രൂപീകരണവും രൂപീകരണവും ഒബ്സർവൻസ് അല്ലെ നിരീക്ഷണവുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ കൈകാര്യം ചെയ്യുന്നു അല്ലെ. നമുക്കറിയാം നമ്മുടെ ലേബേഴ്സ് ഓർഗനൈസേഷനും യൂണിയൻ ഓർഗനൈസേഷനും അങ്ങനെ ഒരുപാട് ഓർഗനൈസേഷനുകൾ ഉണ്ട് അല്ലെ, ലേബേഴ്സിന് വേണ്ടിയിട്ടുള്ളതും അല്ലെ. ലേബേഴ്സിന്റെ ബെനിഫിറ്റ്സുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചല്ലേ, ഒരുപാട് ആക്ടുകളൊക്കെ ഉണ്ട് അല്ലെ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് അല്ലെ, ഡിസ്പ്യൂട്ട്സ്. അതേപോലെ എന്താണ് നമ്മുടെ ലേബേഴ്സിന്റെ തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും പല യൂണിയൻസ് ഉണ്ട് അല്ലെ. ട്രേഡ് യൂണിയൻസ് ഉണ്ടല്ലോ അല്ലേ, ട്രേഡ് യൂണിയൻസ് ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ്? ഒരു സ്ഥാപനത്തിലെ തൊഴിലാളിയും യൂണിയനും തമ്മിലുള്ള ബഹുമുഖ ബന്ധത്തിന്റെ അല്ലെ, മൾട്ടിഫേസ്റ്റഡ് എന്താണ്? ബഹുമുഖ ബന്ധത്തിന്റെ രൂപീകരണവും. അങ്ങനെ ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതിയോ? അത് തുടർന്ന് കൊണ്ടുപോകണം അല്ലെ, നിരീക്ഷിക്കേണ്ടേ? ഒബ്സർവൻസ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഒബ്സർവൻസും നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ കൈകാര്യം ചെയ്യുന്നു. ഒക്കെയാണോ? നമ്മുടെ തൊഴിലാളിയും യൂണിയൻസും ലേബേഴ്സും യൂണിയനും തമ്മിലുള്ള ഒരു ഓർഗനൈസേഷന്റെ തൊഴിലാളിയും യൂണിയനും തമ്മിലുള്ള ബഹുമുഖ ബന്ധത്തിന്റെ രൂപീകരണവും അതിന്റെ എന്താണ്? ഒബ്സർവൻസ് നിരീക്ഷണവും നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ ഉൾക്കൊള്ളുന്നു. ഒക്കെയാണ്. നമ്മൾ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റിലേഷൻ പഠിച്ചു അല്ലെ. എംപ്ലോയീസ് റിലേഷൻ ഉൾപ്പെടുന്നുണ്ട്, എംപ്ലോയീസ് റിലേഷൻ ഉണ്ട്, മാനേജ്മെന്റ് എംപ്ലോയർ റിലേഷൻ ഉണ്ട് അല്ലെ, എംപ്ലോയി റിലേഷൻ ഉണ്ട്. പഠിച്ചോ? അപ്പൊ
അപ്പൊ ഇതിൽ പറയുന്നത് എന്താണ്, നമ്മുടെ യൂണിയനും ഒരു ഓർഗനൈസേഷന്റെ ട്രേഡ് യൂണിയൻസ്, പലതരത്തിലുള്ള യൂണിയൻസ് ഉണ്ട് അല്ലെ, അങ്ങനെയുള്ള യൂണിയനും ലവേഴ്സും തമ്മിലുള്ള എന്താണ് യൂണിയന്റെ ഫോർമേഷൻ, രൂപീകരണവും അതിന്റെ നിരീക്ഷണവും നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ ഉൾക്കൊള്ളുന്നു. ഓക്കെയാണോ? നമ്മുടെ ഇൻഡസ്ട്രിയൽ, നമ്മുടെ യൂണിയൻ എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയീസിന്റെ ഏതെങ്കിലും ഒരു പ്രോബ്ലംസ് മാത്രമാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. സോഷ്യലി ആയിക്കോട്ടെ, എക്കണോമിക്കലി ആയിക്കോട്ടെ, അല്ലേ? എല്ലാ പ്രശ്നങ്ങളും അവർ കൈകാര്യം ചെയ്യുന്നുണ്ടോ? അല്ലേ? ആ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട് അല്ലെ, അവരുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ യൂണിയൻസ് ഇടപെടുന്നുണ്ടോ? നമ്മുടെ തൊഴിലാളികളുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇടപെടുന്നുണ്ടോ? സാമ്പത്തികമായിട്ട് ഇപ്പൊ അവരുടെ വേജസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ? അവർക്ക് മിനിമം വേജസ് കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ യൂണിയൻസ് ഇടപെടോ? അവർക്ക് ബെനിഫിറ്റ്സുകൾ കിട്ടുന്നില്ല, യൂണിയൻ ഇടപെടോ? ആണോ? ഇടപെടോ? ഉണ്ടല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ബഹുമുഖ ബന്ധത്തിന്റെ രൂപീകരണവും അതിന്റെ ഒബ്സർവേഷൻസും അല്ലെ, നിരീക്ഷണവും നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ ഉൾക്കൊള്ളുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ദീസ് റിലേഷൻ ക്യാൻ ഐദർ ബി, ആരെയാണ് വിളിക്കുന്നത്? ശ്രീജ. This relation can either be in organized or unorganized form. അല്ലെ, ഇതെങ്ങനെയായിരിക്കാം? ചിലപ്പോ ഓർഗനൈസ്ഡ് രീതിയിലായിരിക്കാം അല്ലെ, ഓർഗനൈസേഷൻ ഓർഗനൈസ് ചെയ്തതായിരിക്കാം അല്ലെ, സംഘടിതമായ രീതിയിലായിരിക്കാം, അതല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് രീതിയിലായിരിക്കാം അല്ലെ. ഈ യൂണിയന്റെ രൂപീകരണം പ്ലാൻ ചെയ്ത് അല്ലെ ആയിരിക്കാം, അതല്ലെങ്കിൽ എന്താണ് അൺഓർഗനൈസ്ഡ് രീതിയിലായിരിക്കാം. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, അത് ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത് ഇന്റർ ഡിസിപ്ലിനറി അല്ലെ. നെക്സ്റ്റ് നേച്ചർ പറയുന്നത് എന്താണ്? ഇന്റർ ഡിസിപ്ലിനറി. ഇൻഡസ്ട്രിയൽ റിലേഷൻ ക്യാൻ ബി കോൾഡ് ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡ്. നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ പല ഏരിയാസ്, പല സബ്ജക്റ്റുകൾ തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ടോ? എംപ്ലോയർ എംപ്ലോയി തമ്മിലുണ്ട്, യൂണിയൻ എംപ്ലോയീസ് തമ്മിലുണ്ട് അല്ലെ, എംപ്ലോയർ യൂണിയൻസ് തമ്മിലുണ്ട്, ഓർഗനൈസേഷൻ എംപ്ലോയീസ് തമ്മിലുണ്ട് അല്ലേ? അത് മാത്രമാണോ? എംപ്ലോയീസിന്റെ നീഡ്സുകൾ ഉൾപ്പെടുന്നുണ്ട് അല്ലെ, എംപ്ലോയീസ് അങ്ങനെയുള്ള റിലേഷൻ മാത്രമാണോ? എംപ്ലോയീസിന്റെ നീഡ്സുകൾ ഉൾപ്പെടുന്നുണ്ട്, എത്തിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അല്ലെ, ലീഡർഷിപ്പ് പെർഫോമൻസുകൾ ഉൾപ്പെടുന്നുണ്ട്, റിക്രൂട്ട്മെന്റുകൾ ഉൾപ്പെടുന്നുണ്ട് അല്ലെ, ഒരുപാട് കാര്യങ്ങളില്ലേ, മൾട്ടിപ്പിൾ ടാസ്കുകൾ ഉൾക്കൊള്ളുന്നതാണ് അല്ലെ. 2 or more സബ്ജക്ട് അല്ലെങ്കിൽ 2 or more ഏരിയാസ് ഇന്റർ കണക്റ്റഡ് ആണ് അല്ലെ. അതുകൊണ്ടാണ് നമ്മുടെ ഇന്റർ ഡിസിപ്ലിനറി നേച്ചർ അല്ലെങ്കിൽ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അത് next, this is because it is not a fusion of multiple discipline, rather it draws its components from various fields അല്ലെ. എന്താണ് എന്താ ഇതിൽ പറയുന്നത്? ദിസ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ ഫ്യൂഷൻ ഓഫ് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് അല്ലെ. ഇതിലെന്താണ്? മൾട്ടിപ്പിൾ ഡിസിപ്ലിന്റെ ഒരു സംയോജനം മാത്രമാണോ? കാരണം ഇത് ഡിസീസ് അല്ലെ, ബിക്കോസ് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് ഇങ്ങനെ പറയുന്ന നമ്മ പറഞ്ഞു, മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു അല്ലെ. ഈ എന്താണ്? എംപ്ലോയീസ് റിലേഷൻ, എംപ്ലോയർ എംപ്ലോയീസ് റിലേഷൻ, മാനേജ്മെന്റ് ഓർഗനൈസേഷൻ റിലേഷൻ അല്ലെ, റിക്രൂട്ട്മെന്റ്, ലീഡർഷിപ്പ്, പെർഫോമൻസ് മാനേജ്മെന്റ്, ലേബർ റിലേഷൻ, അങ്ങനെയുള്ള മാത്രം കാര്യങ്ങളാണോ ഇതിൽ ഉൾക്കൊള്ളുന്നത്? അങ്ങനെയുള്ള മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് മാത്രമാണ് ഉൾക്കൊള്ളുന്നത്? ഇല്ല, അല്ല അല്ലെ. മറിച്ച് എന്താണ്? വിവിധ മേഖലകളിൽ നിന്നുള്ള കമ്പോണൻസ് കൂടി ഉൾക്കൊള്ളുന്നുണ്ട് അല്ലെ, ഫാക്ടേഴ്സ് കൂടി ഉൾക്കൊള്ളുന്നില്ലേ? അപ്പൊ അതൊക്കെ എന്താണ്? ലൈക്ക് സോഷ്യോളജി അല്ലെ, സോഷ്യോളജി, ലോസ് അല്ലെ,
സാമൂഹ്യശാസ്ത്രം, ലോസ്, നിയമങ്ങള്, എക്കണോമിക്സ് അല്ലെ, സാമ്പത്തികമായിട്ടുള്ളത്, സൈക്കോളജി, മാനസികമായിട്ടുള്ളത്, പൊളിറ്റിക്കൽ സയൻസിലെ രാഷ്ട്രീയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നുണ്ടോ? പൊളിറ്റിക്കൽ സയൻസ് അല്ലെ, രാഷ്ട്രീയ ശാസ്ത്രങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ എന്ത് പറയുന്നത്, ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെയാണോ? ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസില് ചില ഫാക്ടേഴ്സ് അല്ലെ, മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് മാത്രമല്ല ഉൾക്കൊള്ളുന്നത് അല്ലെ, വേരിയസ് ഫീൽഡ്, പല മേഖലകളിൽ നിന്നുള്ള, വിവിധ മേഖലകളിൽ നിന്നുള്ള കമ്പോണൻസ്, ഘടകങ്ങൾ കൂടി ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുന്നു, ഇൻഡസ്ട്രിയൽ റിലേഷൻ ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡ് ആണെന്ന് പറയുന്നു. ഓക്കെയാണോ? ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ഹെൻസ് ഇൻ എ വൈഡർ പെർസ്പെക്റ്റീവ് അല്ലെ, എന്താണ് നമ്മുടെ വൈഡർ സെൻസ് അല്ലെ, വിശാലമായ അർത്ഥത്തില് നമുക്ക് എന്ത് പറയാം, ഇൻഡസ്ട്രിയൽ റിലേഷൻ ഈസ് ദി ഇന്റർ ഡിസിപ്ലിനറി ഏരിയ ദാറ്റ് ഇൻക്ലൂഡ്സ് the study of various characteristics of individual at the workplace അല്ലെ. എന്താണ് നമ്മൾ ദീർഘമായ വീക്ഷണത്തിൽ അല്ലെ, വൈഡർ പെർസ്പെക്റ്റീവ്സിൽ നമുക്ക് എന്ത് പറയാം, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് പറയുന്നത് ജോലി സ്ഥലത്തെ വ്യക്തികളുടെ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളെ കുറിച്ചുള്ള പഠനം ഉൾക്കൊള്ളുന്നതാണ് അല്ലെ. ആണോ? നമുക്കറിയാം, ഇപ്പൊ എന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എന്റെ ചിന്തകള്, എന്റെ വ്യൂ പോയിന്റ്സുകളൊക്കെ ആയിരിക്കോ എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന റിൻസിയുടെ തന്നെ ആയിരിക്കോ കൃഷ്ണയുടേത്? കൃഷ്ണയുടെ എന്താണ് സ്വഭാവ സവിശേഷതകളായിരിക്കോ സ്മിതയുടേത്? ആയിരിക്കോ? അല്ല അല്ലെ. ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ളതാണ് അല്ലെ, ഓരോ വ്യക്തികൾക്കും അല്ലെ. ചില സമയത്ത് നമ്മ പറയാറില്ലേ, എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയാറുണ്ട് അല്ലെ. പറയാറുണ്ടോ? സ്വന്തം പറയാറില്ലേ? അപ്പൊ എന്താണ്, അപ്പൊ ദീർഘമായ വീക്ഷണം, വൈഡ് പെർസ്പെക്റ്റീവ്സിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ത് പറയാം, ജോലി സ്ഥലത്തെ വ്യക്തികളുടെ വിവിധ സ്വഭാവ സവിശേഷതകളെ കുറിച്ചുള്ള പഠനം ഉൾപ്പെടുന്ന മേഖലയാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. ഓക്കെയാണോ? ഇന്റർ ഡിസിപ്ലിനറി ഏരിയയാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. ഓക്കെയാണോ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത് this comprises of the study of individual group of workers who may or may not form a union or association, the attitude of the union organization and employer, the public policy or legal framework, ruling terms of employment, the economic of employment issues, and even the comparative analysis of industrial relations system in various countries over various time zones. ഈ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ ഉൾക്കൊള്ളുന്നു. എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്? ദ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെ, വ്യക്തികളെ കുറിച്ചുള്ള പഠനം. അതിക്ക് മുമ്പ് നമ്മൾ പറഞ്ഞു അല്ലെ, ഇഡർ സെൻസില് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ജോലി സ്ഥലത്തെ വ്യക്തികളുടെ വിവിധ സ്വഭാവ സവിശേഷതകളെ കുറിച്ചുള്ള പഠനമാണെന്ന് പറഞ്ഞു അല്ലെ. നെക്സ്റ്റ് വീണ്ടും പറയാണ്, വീണ്ടും അത് തന്നെ എടുത്ത് പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ ഉൾക്കൊള്ളുന്നു അല്ലെ, കംപ്രൈസ് ചെയ്യുന്ന എന്തൊക്കെയാണ്, ദ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെ, വ്യക്തികളെ കുറിച്ചുള്ള പഠനം. പിന്നെ എന്താണ്, ഒരു യൂണിയനോ അസോസിയേഷനോ രൂപീകരിക്കാൻ കഴിയുന്നതോ അല്ലാത്തതോ ആയ തൊഴിലാളികളുടെ ഗ്രൂപ്പുകൾ അല്ലെ. നമ്മുടെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാല് അവര് തൊഴിലാളികളുടെ പല ഗ്രൂപ്പുകൾ ഉണ്ടാവും അല്ലേ. താഴെ തട്ടിൽ മുതല് മേലെ തട്ടിൽ വരെ ഉള്ള ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. പൊസിഷനിൽ വരെ ആളുകൾ വർക്ക് ചെയ്യുന്നില്ലേ, ക്ലീനിങ് സ്റ്റാഫ് മുതൽ അല്ലെ.
മാനേജേഴ്സ് വരെയും വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഒരു ഗ്രൂപ്പ് ആയിരിക്കോ? ഇവരെല്ലാവരും കൂടി കൂടുന്ന ഒരു ഗ്രൂപ്പ് ആയിരിക്കും അവർ ഫോം ചെയ്തിരിക്കുന്നത് ആയിരിക്കും അല്ല അല്ലെ, വ്യത്യസ്ത ഗ്രൂപ്പുകളായിരിക്കും അല്ലെ. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണ്? യൂണിയനോ അസോസിയേഷനോ രൂപീകരിക്കാൻ കഴിയുന്നതോ അല്ലാത്തതോ ആയിട്ടുള്ള തൊഴിലാളി ഗ്രൂപ്പുകൾ ഒക്കെയാണോ? ചില ഗ്രൂപ്പുകൾ എന്ത് ചെയ്യും? അവര് അസോസിയേഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യും? യൂണിയനോ രൂപീകരിക്കും അല്ലെ. മേലെ തട്ടിലുള്ളവർ എന്ത് ചെയ്യും? ഒരു അസോസിയേഷൻ ഒക്കെ രൂപീകരിച്ചിട്ടുണ്ടാവും അല്ലെ. ആണോ? അപ്പൊ എന്താണ്? യൂണിയനോ അസോസിയേഷനോ രൂപീകരിക്കാൻ കഴിയുന്നതോ അല്ലാത്തതോ ആയ തൊഴിലാളികളുടെ ഗ്രൂപ്പുകൾ ഒക്കെയാണോ അത്? പിന്നെ നെക്സ്റ്റ് പറയുന്നത് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദി യൂണിയൻ ഓർഗനൈസേഷൻ ആൻഡ് എംപ്ലോയർ അല്ലെ. നമ്മുടെ തൊഴിലുടമകളുടെയും യൂണിയൻ സംഘടനകളുടെയും ആറ്റിറ്റ്യൂഡ് അല്ലെ, മനോഭാവങ്ങൾ അല്ലെ. അവർക്ക് എന്താണ്? നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു അല്ലെ, നമ്മുടെ തൊഴിലുടമയ്ക്കും തൊഴിലാളികൾക്കൊക്കെ എന്താണ്? വ്യത്യസ്ത മനോഭാവങ്ങളും താല്പര്യങ്ങളും വീക്ഷണകോണുകളും ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ്? നമ്മുടെ ഓർഗനൈസേഷന്റെയും അല്ലെ, സംഘടനകളുടെയും പിന്നെ എന്താണ്? തൊഴിലുടമയുടെയും മനോഭാവങ്ങള് ഒക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ദ പബ്ലിക് പോളിസി ഓർ ലീഗൽ ഫ്രെയിംവർക്ക് റൂളിംഗ് ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് അല്ലെ. എന്താണ്? നിബന്ധനകൾ, തൊഴിൽ നിബന്ധനകളെ നിയന്ത്രിക്കുന്ന പൊതുനയം അല്ലെങ്കിൽ നിയമചട്ടക്കൂട് അല്ലെ. എന്താണ്? നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങളുണ്ട് അല്ലെ. പൊതുനയങ്ങളില്ലേ? പൊതുവായിട്ടുള്ള നയങ്ങളുണ്ട് അല്ലെ. ESI അതൊക്കെ നയങ്ങളാണോ? റൂൾസുകളാണ് അല്ലെ. റിട്ടയർമെന്റ് ബെനിഫിറ്റ്സോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പൊതുനയങ്ങള് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ചട്ടക്കൂടുകൾ അല്ലെ, തൊഴിൽ നിബന്ധനകളിലെ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്, തൊഴിൽ നിബന്ധനകളെ നിയന്ത്രിക്കുന്ന പൊതുവായിട്ടുള്ള എന്താണ്? പൊതുനയങ്ങള് അല്ലെങ്കിൽ ലീഗൽ ഫ്രെയിംവർക്കുകള്. ഇതെല്ലാം നമ്മുടെ എംപ്ലോയി റിലേഷനിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ ഉൾക്കൊള്ളുന്നു എന്നാണ് കേട്ടോ പറയുന്നത്. ഓക്കെ അല്ലേ? തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള നയങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നു. നെക്സ്റ്റ് പറയുന്നത് ദ എക്കണോമിക്സ് ഓഫ് എംപ്ലോയ്മെന്റ് ഇഷ്യൂസ് അല്ലെ. തൊഴിൽ പ്രശ്നങ്ങളുടെ സാമ്പത്തിക ശാസ്ത്രം അല്ലെ. നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലെ, പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള അതിന്റെ സാമ്പത്തിക ശാസ്ത്രം. നെക്സ്റ്റ് പറയുന്നത് ആൻഡ് ഈവൻ ദ കമ്പാരിറ്റീവ് അനലൈസിസ്, കമ്പയർ ചെയ്യാണ് കേട്ടോ, താരതമ്യ വിശകലനമാണ്. എന്തൊക്കെ തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് അനലൈസിസ് ആണ്? ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് സിസ്റ്റം ഇൻ വേരിയസ് കൺട്രീസ് ഓവർ വേരിയസ് ടൈം സോൺ അല്ലെ. വിവിധ ടൈം സോണില്, അതായത് വിവിധ പീരീഡില് വിവിധ രാജ്യങ്ങളില് വ്യവസായിക ബന്ധത്തിന്റെ സംവിധാനത്തെ കുറിച്ചുള്ള വിശകലനം എന്നിവ കൂടി ഇതിൽ ഉൾപ്പെടുന്നു. വിവിധ ടൈം സോണില് അല്ലെ, ടൈം പീരീഡില് വിവിധ രാജ്യങ്ങളില് വ്യവസായിക ബന്ധത്തിലുണ്ടായിട്ടുള്ള വ്യവസായിക ബന്ധത്തിന്റെ സംവിധാനത്തില് ഉണ്ടായിട്ടുള്ള അല്ലെ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വിശകലനം കൂടി എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ ഉൾക്കൊള്ളുന്നു. അവിടെ എന്തൊക്കെ റൂൾസുകൾ ഉണ്ടായില്ലേ? വിവിധ ടൈം പീരീഡില് വിവിധ കൺട്രീസില് നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ റൂൾസുകൾ ഉണ്ടായി, എന്തൊക്കെ റെഗുലേഷൻസ് ഉണ്ടായിട്ടുണ്ട്, അവരുടെ സാലറിയുടെ സാലറി എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു, അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അവരുടെ റിക്രൂട്ട്മെന്റ് എങ്ങനെയായിരുന്നു, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എങ്ങനെയായിരുന്നു അല്ലെ. അങ്ങനെയുള്ള ഒരു കമ്പാരറ്റീവ് സ്റ്റഡി കൂടി നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ ഉൾക്കൊള്ളുന്നു. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത്, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഈ പാരഗ്രാഫിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ?
Okay. Next പറയുന്നത് an interdisciplinary approach helps one to know industrial relation as an area that consists of different subjects such as grievance redressal, collective bargaining, pay fixation, employee benefits, the quality of work life, state labor policy, industrial conflicts, etc. നമ്മുടെ industrial relation എന്ന് പറയുന്നത് എന്താണ്? interdisciplinary approach ആണ് അല്ലെ? ഒരുപാട് സബ്ജക്റ്റുകൾ, ഒരുപാട് ഏരിയാസ് ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സംയോജിത അപ്രോച്ച് അല്ലേ, സമീപനമല്ലേ? തൊഴിൽ മാത്രമാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. തൊഴിൽ ചെയ്യുക, അവർക്ക് ശമ്പളം കൊടുക്കുക എന്ന് മാത്രമാണ് അതിൽ ഉൾക്കൊള്ളുന്നത് ആ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻസിലാണ്. ആണോ? അല്ല അല്ലെ? ഒരുപാട് സബ്ജക്റ്റുകൾ, ഒരുപാട് ഏരിയാസ് ഉൾക്കൊള്ളുന്നു അല്ലെ? അപ്പൊ എന്താണ് ഈ ഒരു ഇന്റർഡിസിപ്ലിനറി അപ്രോച്ച് അല്ലെ? വ്യവസായിക ബന്ധങ്ങളിലെ വിവിധ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന മേഖലകളെ അറിയാൻ സാധിക്കുന്നു അല്ലെ? നമുക്കെന്താണ് വ്യവസായിക ബന്ധങ്ങളില് വിവിധ സബ്ജക്റ്റുകൾ ഉൾപ്പെടുന്നുണ്ട് അല്ലെ? സച്ചാസ് ഏതൊക്കെയാണ്? ഗ്രീവൻസ് റിഡ്രസൽ അല്ലെ? പരാതികള് പരിഹരിക്കാം. നമ്മുടെ എംപ്ലോയീസിനൊക്കെ ഒരുപാട് പരാതികൾ ഉണ്ടാവാറുണ്ടോ? കൂടുതൽ എംപ്ലോയീസിനാണ് അല്ലെ പ്രശ്നങ്ങൾ വരാറ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഗ്രീവൻസ് റിഡ്രസൽ, പരാതികള് പരിഹരിക്കുക. കളക്റ്റീവ് ബാർഗൈനിങ് അല്ലെ? കൂട്ടായ വിലപേശല്, എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ആ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് നടത്താറുണ്ട് അല്ലെ? വേജസുമായി ബന്ധപ്പെട്ട്, ടൈമിംഗ് അവേഴ്സുമായി ബന്ധപ്പെട്ട്, ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെ? ആണോ? അപ്പൊ അങ്ങനെയുള്ള കൂട്ടായ ബാർഗൈനിങ്. പേ ഫിക്സേഷൻ അല്ലെ? ശമ്പള നിർണയം ഉണ്ടോ? ശമ്പള നിർണയവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വരാറുണ്ടോ അല്ലേ? ശമ്പള നിർണയം. എംപ്ലോയി ബെനിഫിറ്റ്സ് അല്ലെ? എംപ്ലോയീസിന്റെ, തൊഴിലാളികളുടെ ആനുകൂല്യങ്ങള്. ദ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് അല്ലെ? നമ്മുടെ വർക്ക് ലൈഫ് എങ്ങനെയായിരിക്കണം? ജോലി ജീവിതം എങ്ങനെയായിരിക്കണം? ക്വാളിറ്റി ഉള്ളതായിരിക്കണം അല്ലെ? നമ്മുടെ സേഫ്റ്റിയെ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണോ? അപ്പൊ ദ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. സ്റ്റേറ്റ് ലേബർ പോളിസി അല്ലെ? സംസ്ഥാന തൊഴിൽ നിയമങ്ങൾ അല്ലെ? തൊഴിൽ നയങ്ങൾ. നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരുപാട് നയങ്ങളുണ്ട് അല്ലെ? ബെനിഫിറ്റ്സുകൾ കൊടുക്കുന്ന കാര്യത്തിലായിക്കോട്ടെ അല്ലെ? അവര് അപ്പൊ അങ്ങനെയുള്ള തൊഴിൽ നയങ്ങള്. ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്റ്റുകൾ അല്ലെ? വ്യവസായിക തർക്കങ്ങള് അല്ലെ? എന്താണ് പറയുന്നതില്? നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത് സംയോജിത അല്ലെ? സംയോജിത ഇന്റർഡിസിപ്ലിനറി അപ്രോച്ച് ആണ്. ഇത് എന്തിനെ സഹായിക്കുന്നു? ഇതാണ് വ്യവസായിക ബന്ധങ്ങളിലെ വിവിധ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന മേഖലകളെ കുറിച്ചറിയാൻ സഹായിക്കുന്നു. ഓക്കെയാണോ? വ്യവസായിക ബന്ധങ്ങളില് ഉൾക്കൊള്ളുന്ന വിവിധ വിഷയങ്ങളെ കുറിച്ചറിയാൻ നമ്മുടെ ഈ ഒരു ഇന്റർഡിസിപ്ലിനറി അപ്രോച്ച് സഹായിക്കുന്നു. അത് ഏതൊക്കെയാണ് ആ ഒരു ഡിഫറെന്റ് സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്? ഗ്രീവൻസ് റിഡ്രസൽ ഉണ്ട്, കളക്റ്റീവ് ബാർഗെയിനിങ് ഉണ്ട്, പേ ഫിക്സേഷൻ ഉണ്ട്, എംപ്ലോയി ബെനിഫിറ്റ്സ് ഉണ്ട്, ദ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്, സ്റ്റേറ്റ് ലേബർ പോളിസി ആൻഡ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്റ്റ്. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത്, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്? എടുക്കട്ടെ? നെക്സ്റ്റ് പറയുന്നത് മൾട്ടി ഡൈമെൻഷൻ ഇൻ നേച്ചർ അല്ലെ? എന്താണ്? മൾട്ടി ഡൈമെൻഷൻ ആണ് അല്ലെ? എന്താ അങ്ങനെ പറയുന്നത്? ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഡു നോട്ട് ഓപ്പറേറ്റ് പർപ്പസ്ഫുള്ളി അല്ലെ? വ്യവസായിക ബന്ധങ്ങൾ ലക്ഷ്യമില്ലാതെ പ്രവർത്തിക്കുന്നില്ല അല്ലെ? അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു വ്യവസായിക റിലേഷൻ, ഇൻഡസ്ട്രിയൽ റിലേഷൻ
നമുക്ക് പർപ്പസ്ലെസ്ലി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? ലക്ഷ്യമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ. അവർക്ക് ഒരു പെർട്ടിക്കുലർ ലക്ഷ്യമുണ്ട് അല്ലെ. എംപ്ലോയീസിന്റെ ലക്ഷ്യം എന്താണ്? എംപ്ലോയീസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു സംഘടനകളുടെ ലക്ഷ്യം എന്താണ്? അവരുടെ ആവശ്യങ്ങളെ നേടിയെടുക്കുക അല്ലെ. അവരുടെ നീഡ്സുകളെ നേടിയെടുക്കുക, സാലറി നേടിയെടുക്കുക അല്ലെ, അവരെ സേഫ്റ്റി ഉറപ്പാക്കുക അല്ലെ, അവരുടെ ഫ്യൂച്ചറിലേക്ക് ആവശ്യമായിട്ടുള്ള ബെനിഫിറ്റ്സുകൾ നേടിയെടുക്കുക അല്ലെ, അവരെ ഇപ്പോഴത്തെ ബെനിഫിറ്റ്സുകൾ അല്ലെ, ബെനിഫിറ്റ്സുകൾ നേടിയെടുക്കുക അല്ലെ. അപ്പൊ ഒരു വ്യവസായിക റിലേഷൻസും എന്താണ്? ലക്ഷ്യമില്ലാതെ പ്രവർത്തിക്കുന്നില്ല. ഓക്കെയാണോ അത്? നെക്സ്റ്റ് പറയുന്നത് rather it is multi-dimensional in nature അല്ലെ. ഇതെന്താണ്? ബഹുമുഖ സ്വഭാവമുള്ളതാണ് അല്ലെ. മറിച്ച് നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത് ബഹുമുഖ സ്വഭാവമുള്ളതാണ്. And affected by several areas. എന്താണ്? സ്ഥാപന ഫാക്ടേഴ്സ് with institutional, economic and technological factors etc. അല്ലെ. ഇതെന്താണ്? സ്ഥാപനപരം അല്ലെ, ഇൻസ്റ്റിറ്റ്യൂഷണൽ, എക്കണോമിക് സാമ്പത്തിക, പിന്നെ എന്താണ്? ടെക്നോളജിയിലെ സാങ്കേതികം തുടങ്ങിയ നിരവധി ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടതാണ് അല്ലെ. ആണോ ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത് അല്ലെ. സാങ്കേതികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തു അല്ലെ, സ്ഥാപനപരമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളാൽ സ്വാധീനിച്ചതല്ലേ. അതുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ നമ്മൾ മൾട്ടി ഡൈമെൻഷണൽ നേച്ചർ എന്ന് പറയുന്നത്, ബഹുമുഖ സ്വഭാവം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കോ, ആ നേച്ചർ ഒന്ന് വായിച്ചു നോക്കോ മിസ്. എന്നിട്ട് നെക്സ്റ്റ് എടുക്കാം. നെക്സ്റ്റ് സ്കോപ്പ് ആണ് കേട്ടോ. എന്നിട്ട് മിസ് നെക്സ്റ്റ് എടുക്കേ. നേച്ചർ ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെയാണ്. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. സ്കോപ്പ് ഓഫ് എംപ്ലോയർ റിലേഷൻ. The scope of industrial relations, scope of employee relation. Okay, the scope of industrial relations comprises all sorts of relation in an industry, like creating and nurturing useful and friendly labor management relations, industrial harmony and industrial democracy. Now, industrial relations in the വ്യാപ്തി, സ്കോപ്പില് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത്? ഉപയോഗപ്രദവും അല്ലെ, നർച്ചറിങ് എന്താണ്? ക്രിയേറ്റിംഗ് ആൻഡ് നർച്ചറിങ് യൂസ്ഫുൾ ആൻഡ് ഫ്രണ്ട്ലി ലേബർ മാനേജ്മെന്റ് റിലേഷൻസ് അല്ലെ. ഉപയോഗപ്രദവും സൗഹൃദപരവുമായ തൊഴിൽ മാനേജ്മെന്റ് ബന്ധങ്ങൾ സൃഷ്ടിക്കുക അല്ലെ. ഉപയോഗപ്രദവും പിന്നെ എന്താണ്? ഫ്രണ്ട്ലി അല്ലെ, സൗഹൃദപരവുമായിട്ടുള്ള ലേബർ മാനേജ്മെന്റ് റിലേഷൻ സ്ഥാപിക്കുക. പിന്നെ എന്താണ്? ഇൻഡസ്ട്രിയൽ ഹാർമണി അല്ലെ, എന്നുവെച്ചാൽ എന്താണ്? വ്യവസായിക ഐക്യം വേണോ? ഇൻഡസ്ട്രിയൽ ഹാർമണി വേണോ? എംപ്ലോയീസിന്റെയും എംപ്ലോയേഴ്സിന്റെയും സംഘടനകളുടെയും യൂണിയൻസിന്റെയും
എല്ലാവരുടെ ഇടയിൽ എന്ത് വേണം? ഒരു ഐക്യം വേണം അല്ലെ? ഇൻഡസ്ട്രിയൽ ഹാർമണി ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി അല്ലെ? പിന്നെന്താണ്? ഇൻഡസ്ട്രിയൽ ഡെമോക്രസി കൂടി, വ്യവസായിക ജനാധിപത്യം കൂടി നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിന്റെ സ്കോപ്പില് ഉൾക്കൊള്ളുന്നു. ഓക്കെയാണോ? ഉപയോഗം എന്തൊക്കെയാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസിന്റെ സ്കോപ്പില് ഉൾക്കൊള്ളുന്നത്? സൗഹൃദപരവും ഉപകാരപ്രദവുമായിട്ടുള്ള എന്താണ്? ലേബർ മാനേജ്മെന്റ് റിലേഷൻസ് അല്ലെ? കൂടാതെ നമ്മുടെ വ്യവസായിക ഐക്യം, വ്യവസായിക രാഷ്ട്രീയം എന്നിവ നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിന്റെ സ്കോപ്പില് ഉൾക്കൊള്ളുന്നു. In any industry, the workers who work with each other not only influence work relation, but also influence the social, economic, political, professional and moral lives of individual during job at various organizations. ഏതൊരു വ്യവസായത്തിലും പരസ്പരം പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ, തൊഴിൽ ബന്ധങ്ങൾ മാത്രമല്ല അല്ലെ? ആ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളും അവര് തമ്മിലൊരു ബന്ധം മാത്രമാണോ നിലനിൽക്കുന്നത്? ആണോ ഇൻഡസ്ട്രിയൽ റിലേഷനിൽ ഉൾക്കൊള്ളുന്നത്? ആണോ ഇൻഡസ്ട്രിയിൽ ഉൾക്കൊള്ളുന്നത്? അല്ല. വ്യത്യസ്ത ഓർഗനൈസേഷനുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലേ? ഇപ്പൊ ലേബേഴ്സ് യൂണിയൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇൻഡസ്ട്രിയില്, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ലേബറിന്റെ മാത്രം യൂണിയൻ ആണോ? ഓൾ ഇന്ത്യ ലേബേഴ്സ് യൂണിയൻ എന്നൊക്കെ പറയുന്നതാണോ? അല്ല അല്ലെ? വ്യത്യസ്ത ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ കൂടി ഉൾക്കൊള്ളുന്നുണ്ട് അല്ലെ? ഉണ്ടോ? അപ്പൊ ഇതില് പറയുന്നത് എന്താണ്? ഇൻഡസ്ട്രി എന്ന് പറയുന്നത് the workers who work with each other not only influence work relation അല്ലെ? ഏതൊരു വ്യവസായത്തിലും പരസ്പരം പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ തമ്മിലുള്ള ബന്ധങ്ങൾ മാത്രമല്ല, പിന്നെ എന്ത് പറയുന്നുണ്ട്? വേരിയസ് ഓർഗനൈസേഷൻ അല്ലെ? പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വ്യക്തികളുടെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, പ്രൊഫഷണൽ, ധാർമ്മിക ജീവിതങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെ ഇൻഡസ്ട്രി? ഓക്കെയാണോ? ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, വ്യവസായം എന്ന് പറയുന്നത് ആ ഒരു മേഖലയിൽ, ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് മാത്രമുള്ള ഒരു റിലേഷൻ മാത്രമല്ല. എന്താണ്? വ്യത്യസ്ത ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ എന്താണ്? സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ, പ്രൊഫഷണൽ ആൻഡ് മോറൽ ലൈഫ്സ് കൂടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെയാണോ? നമുക്കിപ്പോ ബെനിഫിറ്റ്സുമായി ബന്ധപ്പെട്ട റൂൾസുകൾ ഉണ്ട് അല്ലെ? ഒരുപാട് റൂൾസുകൾ ഉണ്ട്. അത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണോ ഈ ESI, മെഡിക്ലെയിം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്? കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല അല്ലെ? ഡിഫറെന്റ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ കൊടുക്കുന്നില്ലേ? PF, ESI ഒക്കെ കൊടുക്കുന്നില്ലേ? അപ്പൊ എന്താണ്? ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസുകൾക്കിടയിൽ മാത്രമല്ല അല്ലെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? വ്യത്യസ്ത ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ സോഷ്യൽ, സാമൂഹികം, സാമ്പത്തികം, പൊളിറ്റിക്കൽ അല്ലെ, പ്രൊഫഷണൽ അല്ലെ ആൻഡ് മോറൽ ലൈഫ്സിനും കൂടി, ധാർമ്മിക ജീവിതങ്ങളെയും സ്വാധീനിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് an industry is a small social universe in self അല്ലെ? ഒരു വ്യവസായം എന്നാണ് അതിൽ തന്നെ ഒരു ചെറിയ സാമൂഹിക പ്രപഞ്ചമാണെന്ന്. ഒരു സ്മോൾ സോഷ്യൽ യൂണിവേഴ്സ് ആണ് ഒരു വ്യവസായം എന്ന് പറയുന്നത്. അതിൽ തന്നെ എന്താണ്? ഒരു സ്മോൾ സോഷ്യൽ യൂണിവേഴ്സ് ആണ്. സോഷ്യൽ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പല ആളുകളും
പലതരത്തിലുള്ള കൾച്ചേഴ്സ് ഒക്കെ ഉള്ള ആളുകൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് അല്ലെ? ആണോ? പല ചിന്താഗതിക്കാര് അല്ലെ? അപ്പൊ എന്താണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ അങ്ങനെയല്ലേ കാണുന്നത്? നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമ്മൾ അങ്ങനെയല്ലേ കാണുന്നത്? ഒരേ കൾച്ചറും ഒരേ സ്വഭാവവും ഓരോ വ്യക്തിത്വമുള്ള ആളുകൾ മാത്രമാണോ കാണുന്നത്? ഓരോ കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ, ഓരോ റിലീജിയൻ, ഓരോ കാസ്റ്റ്, അതിനുള്ള ആളുകൾ മാത്രമാണോ? അല്ല അല്ലേ? അപ്പൊ എന്താ ഒരു വ്യവസായം എന്ന് പറയുന്നത്? ആ ഒരു വ്യവസായത്തിൽ തന്നെ അതിൽ തന്നെ ഒരു ചെറിയ സാമൂഹിക പ്രപഞ്ചമാണ്, ഒരു സോഷ്യൽ യൂണിവേഴ്സ് ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് currently the scope of employee relation comprises of the following field. എന്താണ് currently നിലവില് നമ്മുടെ എംപ്ലോയി റിലേഷൻസിന്റെ സ്കോപ്പിലെ വ്യാപ്തിയില് താഴെ പറയുന്ന ഫീൽഡുകൾ കൂടി, മേഖലകൾ കൂടി ഉൾക്കൊള്ളുന്നു. ഫസ്റ്റ് പറയുന്നത് പാർട്ടിസിപ്പേറ്റ് മാനേജ്മെന്റ്, പങ്കാളിത്ത മാനേജ്മെന്റ്. പാർട്ടിസിപ്പേറ്റ് മാനേജ്മെന്റ് ഈസ് ഓൾസോ നോൺ ആസ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് ഓർ പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് ഓർ എംപ്ലോയി ഇൻഫ്ലുവൻസ് അല്ലെ? സോറി, എംപ്ലോയി ഇൻവോൾവ്മെന്റ്. നമ്മുടെ പാർട്ടിസിപ്പേറ്റ് മാനേജ്മെന്റിനെ നമ്മൾ പല രീതിയിൽ പറയുന്നുണ്ട്. പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നുണ്ട്. പാർട്ടിസിപ്പേറ്റ് ഡിസിഷൻ മേക്കിംഗ് അല്ലെ? പങ്കാളിത്ത തീരുമാനങ്ങൾ നിർമ്മിക്കല. കൂടാതെ എംപ്ലോയി ഇൻവോൾവ്മെന്റ് അല്ലെ? നമ്മുടെ എംപ്ലോയീസിന്റെ, തൊഴിലാളികളുടെ പങ്കാളിത്തം എന്ന് കൂടി പറയുന്നു. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് employees in the process of decision making of the organization by contributing in actions such as forming work schedules, goal settings, and giving ideas or suggestions. എന്താണ് അത് വായിച്ചപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ജോലി ഷെഡ്യൂൾ ചെയ്യാ അല്ലെ? ഓരോരുത്തർക്കും ഓരോ വർക്കുകൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നുണ്ടോ? അവരെന്തൊക്കെ ജോലി ചെയ്യണം അല്ലെ? അവരുടെ റെസ്പോൺസിബിലിറ്റി, അവരുടെ ടൈമിങ് എങ്ങനെയാണ് അല്ലെ? അങ്ങനെയുള്ള ജോലി ഷെഡ്യൂൾസ്. അതെന്താണ്? പിന്നെ ഓരോ ജോലികൾക്ക് ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കും അല്ലെ? ഓരോ ജോബുമായി ബന്ധപ്പെട്ട് അല്ലെ? വർക്കുമായി ബന്ധപ്പെട്ട് ഗോൾ സെറ്റിംഗ്സ് ഇല്ലേ? അങ്ങനെയുള്ള ഗോൾ സെറ്റിംഗ്സ്. പിന്നെ എന്താണ്? ലക്ഷ്യക്രമി ആശയങ്ങളോ നിർദ്ദേശങ്ങളോ നൽകൽ തുടങ്ങിയ പ്രവർത്തനങ്ങളില് തീരുമാനമെടുക്കാൻ ആരെ കൂടി ഉൾപ്പെടുത്താൻ? തൊഴിലാളികളെ കൂടി അല്ലെ? എംപ്ലോയീസിനെ കൂടി ഉൾപ്പെടുത്തുക. അതാണ് പാർട്ടിസിപ്പേറ്റ് മാനേജ്മെന്റ് അല്ലെ? നമുക്ക് തൊഴില് ഓരോരുത്തരുടെയും ജോലി ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നതില്, അവർക്ക് ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതില്, അവർക്ക് എന്താണ് അഭിപ്രായങ്ങളും അല്ലെ? അവരുടെ സജഷൻസും അവരുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ അല്ലെ? തീരുമാനങ്ങൾ എടുക്കുന്നതില് അവരെ കൂടി ഉൾപ്പെടുത്തുക. ഓക്കെ ആണോ? അതിനെയാണ് പാർട്ടിസിപ്പേറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതെന്താണ്? ശരിക്കും അത് നല്ലൊരു കാര്യമാണ് അല്ലെ? പാർട്ടിസിപ്പേറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ? നമുക്ക് നമ്മളോട് തന്നെ ഒരു കോൺഫിഡൻസും ഒക്കെ കൂടാൻ കാരണമാകുന്നുണ്ടോ? തൊഴിലാളികൾക്ക് സ്വന്തം ഒരു റെസ്പെക്ട് തോന്നും അല്ലെ? തൊഴിലുടമയോട് തോന്നും അല്ലെ? തൊഴിലുടമയോട് ഒരു റിലേഷൻ കീപ്പ് ചെയ്യാൻ സാധിക്കോ? എംപ്ലോയറിനോട് അവരുടെ തീരുമാനങ്ങൾക്കും അവരുടെ അഭിപ്രായങ്ങൾക്കും ഒക്കെ ഒരു ഇത് കൊടുക്കുമ്പോൾ, പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇല്ലേ? അതിനെയാണ് പാർട്ടിസിപ്പേറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? പങ്കാളിത്ത മാനേജ്മെന്റ്. ഒരു ഓർഗനൈസേഷനില് ജോലി ഷെഡ്യൂൾ ചെയ്യാൻ, ഗോൾ സെറ്റ് ചെയ്യാൻ, കൂടാതെ എന്താണ് ഐഡിയാസും സജഷൻസും പറയാനായിട്ട് തൊഴിലാളികൾക്ക് തന്നെ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങില് പങ്കാളിത്തം കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? പാർട്ടിസിപ്പേറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ എംപ്ലോയി റിലേഷന്റെ ഒരു സ്കോപ്പാണ്. നെക്സ്റ്റ് പറയുന്നത് ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് അല്ലെ?
തർക്ക പരിഹാരങ്ങൾ നമ്മ പറഞ്ഞു പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ വരാം അല്ലേ ഇൻഡസ്ട്രിയിലാണ്. അപ്പൊ എന്താണ് any discrepancy in industrial relation can give rise to industrial disputes അല്ലെ. എന്താണ് എന്തൊരു പൊരുത്തക്കേട് ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞാല് പൊരുത്തക്കേട് നമ്മുടെ എംപ്ലോയീസിന്റെ ഇടയിലായാലും എംപ്ലോയീസും തമ്മിലായാലും മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിലായാലും ഓർഗനൈസേഷനും എംപ്ലോയീസും തമ്മിലായാലും ഒരു പൊരുത്തക്കേട് വന്നിട്ടുണ്ടെങ്കിൽ അതെന്തിലേക്ക് നയിക്കുന്നു? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സിലേക്ക് അല്ലെ വ്യവസായിക തർക്കങ്ങളിലേക്ക് നയിക്കുന്നു. ഓക്കെയാണോ? ഇപ്പൊ ചില കമ്പനികളിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ തൊഴിലാളികളെ തർക്കങ്ങൾ ഇങ്ങനെയുള്ള ഡിസ്പ്യൂട്ട്സുകൾ വന്നിട്ട് അവിടെ എന്താണ് പണിമുടക്ക് ഉണ്ടാക്കുന്നത്, പ്രതിഷേധങ്ങൾ, അടച്ചുപൂട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ലോക്കൗട്ട്സ് വരുന്നതൊക്കെ കണ്ടിട്ടില്ലേ? അതെന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള ഡിസ്ക്രിപ്പൻസി വരുന്നതാണ് അല്ലെ. അവര് തമ്മില് അഭിപ്രായങ്ങളില് പൊരുത്തക്കേടുകൾ സാലറിയുമായി ബന്ധപ്പെട്ട് അല്ലെ, വർക്കിംഗ് അവേഴ്സുമായി ബന്ധപ്പെട്ട്, അവർക്ക് ലഭിക്കേണ്ട ബെനിഫിറ്റ്സുകളുമായി ബന്ധപ്പെട്ട് ആണോ? ഏതൊരു തരത്തിലുള്ള അല്ലെ എനി ഡിസ്ക്രിപ്പൻസി എന്നാ പറഞ്ഞേക്കണേ, ഏതൊരു തരത്തിലുള്ള പൊരുത്തക്കേടുകളുമായാലും നമ്മുടെ എംപ്ലോയീസും എംപ്ലോയേഴ്സും അല്ലെ അവർക്കിടയിൽ ഓർഗനൈസേഷൻ എംപ്ലോയീസും അങ്ങനെ അവർക്കിടയിലുള്ള ഏതൊരു പൊരുത്തക്കേടും ആ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻസില് നമ്മുടെ വ്യവസായിക തർക്കങ്ങളിലേക്ക് നയിക്കുന്നു. വ്യവസായിക തർക്കങ്ങളും ഉയർന്നു വരുന്നു. ഓക്കെയാണോ? It can be in the form of ഇത് എന്തിനൊക്കെ ഫോം ചെയ്യുന്നത് കാരണമാകുന്നു? ഇതുമൂലം സ്ട്രൈക്കുകള് അല്ലെ, പണിമുടക്ക്, പ്രൊട്ടസ്റ്റ്, പ്രതിഷേധങ്ങള്, ലോക്കൗട്ട്സുകള്, അടച്ചുപൂട്ടല്, കട്ട് ബാക്ക്, സാലറി കട്ട് ചെയ്യല്ലേ. ചില എംപ്ലോയീസിന് ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങളൊക്കെ അവർ ഉയർത്തുമ്പോൾ അവിടെ സാലറി കട്ട് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ? കട്ട് ബാക്സ്, അങ്ങനെയുള്ള കട്ട് ബാക്സുകള്, ഫയറിംഗ് ഓഫ് എംപ്ലോയീസ് അല്ലെ. ആരെങ്കിലും നമ്മുടെ എംപ്ലോയറിനെ അല്ലെങ്കിൽ അവിടുത്തെ മാനേജ്മെന്റിനെയൊക്കെ ചോദ്യം ചെയ്താല് ചിലപ്പോ അവരെന്ത് ചെയ്യും? അവിടെ നിന്ന് പറഞ്ഞു വിടും അല്ലെ, പിരിച്ചുവിടും. ആണോ? കണ്ടിട്ടുണ്ടോ അതൊക്കെ? അപ്പൊ ഫയറിംഗ് ഓഫ് എംപ്ലോയീസ് അല്ലെ, ജീവനക്കാരെ പിരിച്ചുവിടൽ എക്സിട്ര അങ്ങനെയുള്ള കാരണങ്ങൾക്ക് കാരണമാകുന്നു അല്ലെ ഈ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സുകള്, വ്യവസായിക തർക്കങ്ങള് അല്ലെ, പണിമുടക്കിന്, പ്രതിഷേധങ്ങൾക്ക്, ലോക്കൗട്ട്സിന് അല്ലെ, അടച്ചുപൂട്ടല്, സാലറി കട്ട് ചെയ്യല് അല്ലെ, എംപ്ലോയീസിനെ പിരിച്ചുവിടുക എന്നുള്ള കാരണങ്ങൾക്ക് കാരണമാകുന്നു. ഓക്കെയാണോ? എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. The Industrial Disputes Act 1947 is a major legislation for identifying and resolving the industrial disputes. ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സുകൾ അല്ലെ, വ്യവസായിക തർക്കങ്ങള് മനസ്സിലാക്കാനും ഐഡന്റിഫൈ ചെയ്യാനും അത് പരിഹരിക്കാനും വേണ്ടി നിലവിൽ വന്ന നിയമമാണ് 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്. ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, അടയാളപ്പെടുത്താട്ടോ. Which act is a major legislation for identifying and resolving the industrial disputes? The Industrial Disputes Act. Okay ആണോ? അത്രയും നിന്നെടുത്ത ഭാഗം ഓക്കെയാണോ? മിസ് എടുത്തത് ഓക്കെയാണോ? എങ്ങനെയുണ്ട് ഈ ഒരു ഭാഗങ്ങളൊക്കെ? എങ്ങനെയുണ്ട്? സ്കോപ്പ് ഓഫ് എംപ്ലോയി റിലേഷൻ കുഴപ്പമില്ല അല്ലെ, സൂപ്പർ ആണ്. ഓക്കെ, സ്കോപ്പ് ഓഫ് എംപ്ലോയി റിലേഷൻ സിമ്പിൾ ആണ് അല്ലെ. ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ സിമ്പിൾ ആണ് കേട്ടോ. ട്രേഡ് യൂണിയൻ, എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻ ഒക്കെ സിമ്പിൾ ആണ്, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമ്മുടെ പാർട്ടിസിപ്പേറ്റിംഗ് മാനേജ്മെന്റ് പോലെ തന്നെ കേട്ടോ. കളക്റ്റീവ് ബാർഗെയിനിങ്, അതിനെ കുറിച്ച് ലേബർ ലെജിസ്ലേഷൻ, ഗ്രീവൻസ് റിഡ്രസൽ അല്ലെ, ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട് അല്ലെ, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം കേട്ടോ. ഇന്നെടുത്ത ഭാഗം ഓക്കെയാണോ? ഇന്നെടുത്ത ഭാഗം എല്ലാവർക്കും ഓക്കെയാണോ?
ഇപ്പൊ എല്ലാ ക്ലാസ്സിലും ഇത്രയും കുട്ടികൾ ഉണ്ടാവാറുള്ളോ? കുറച്ചു ദിവസമായിട്ട് കുറവാണല്ലോ. ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട് കേട്ടോ, ഞാൻ മിസ് പറയാം ഇംഗ്ലീഷ് ക്ലാസ് കേട്ടോ. എല്ലാ ക്ലാസ്സിലും ഇപ്പൊ ഇങ്ങനെ തന്നെയാണോ സ്ട്രെങ്ത് നിങ്ങളുടെ? കുറഞ്ഞു വന്നേക്കാണ്. ആദ്യത്തെ ക്ലാസ്സില് 31, 34 ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ 15, 18, 20 ആണോ? ഓക്കെ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും വായിച്ചു നോക്കാം കേട്ടോ. നമ്മ എന്തായാലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാണ് അല്ലെ, HR പഠിക്കാൻ വേണ്ടി അല്ലെ തയ്യാറായി വന്നിരിക്കുന്നതാണ്. അപ്പൊ എന്തായാലും അതിനു വേണ്ടി സമയം മാറ്റി വെക്കുക, പഠിക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.